ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ്, സ്നാക്ക് പോലെയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാനൊരു 7-8 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മൾ നല്ല കട്ടി ഉറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, കാരണം ഒത്തിരി ഉണ്ടായതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഉപ്പൊക്കെ ആ ഉള്ളി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. അതിന് ശേഷം 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവ് ആവശ്യമനുസരിച്ച് വേണമെങ്കിൽ എരിവിൻ്റെ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി 2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. ആദ്യം ഉപ്പ് പിടിക്കുന്ന രീതിയിൽ ആദ്യം മിക്സാക്കിയിട്ട് ഇങ്ങനെ മിക്സാക്കി വേണമെങ്കിൽ ഒരുമിച്ച് മിക്സാക്കാം. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഓരോന്ന് മിക്സാക്കി എടുക്കുമ്പോൾ എല്ലാ സൈഡിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഇതാക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഇങ്ങനെ അങ്ങ് മിക്സാക്കി എടുത്താലും മതി. ഇതിപ്പോൾ വെള്ളമില്ലാത്ത രീതിയിൽ ഞാൻ മിക്സാക്കി എടുത്തതാണ് കൈ കൊണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയപ്പം ഈ ഒരു രീതിയിൽ കിട്ടി. ഇനി അതിന് ശേഷം ഞാനിരിക്കുന്ന കടലമാവ് 1 കപ്പോളം കടലമാവ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 1/2 കപ്പ് എടുത്തിട്ട് അരിപ്പൊടി, നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ ഇടിയപ്പമൊക്കെ ചെയ്യുന്ന അരിപ്പൊടി, അത് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈയുടെ ഇച്ചിരി പോലെ വെള്ളം എടുത്ത് ഒഴിക്കാം. ഇതിപ്പോൾ എല്ലാ ഉള്ളിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ചേർത്തതിന് ശേഷം വെക്കുക. ഇനി മെയിനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓരോന്നെടുത്ത് നമ്മൾ പിച്ചിയിടുന്ന രീതിയിൽ ഓരോന്ന് ഒരുമിച്ചിടണ്ട, ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് അത് റെഡിയാവും. ആദ്യം കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാനത് കോരിയെടുക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഇട്ടത്. ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇതേപോലെ ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺഫ്ലവർ ആഡ് ചെയ്യാം, നിർബന്ധമില്ല. എപ്പോഴും പറയുന്ന കണക്ക് ആദ്യം ഇടുമ്പം തീ കൂട്ടി വയ്ക്കുക, പിന്നെ അതിന് ശേഷം തീ കുറച്ചിട്ടാൽ ഇത് അകമൊക്കെ മരിഞ്ഞ് വരത്തുള്ളൂ. പക്ഷെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞത് കോൺഫ്ലവർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പിനെസ് കിട്ടും. ഇട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചൂടോടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് അതുപോലെ ബാക്കിയുള്ളതൊക്കെ പിച്ചി ഓരോന്ന് ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ എണ്ണയിലിട്ട് കറിവേപ്പില കുറച്ചൊന്ന് ഇതാക്കി അതിൻ്റെ അകത്ത് മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ലാസ്റ്റ് നല്ലൊരു ഭംഗി അതിൻ്റെ കൂടെ കഴിക്കാനും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയസ് ആയിട്ട് കിട്ടും. പൊടിക്കുമ്പോൾ തന്നെ അങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സവാളയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.